നമസ്കാരം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പലതരം ബെല്ലികളെക്കുറിച്ച് അല്ലെങ്കിൽ പലതരം കുടവേറുകളെക്കുറിച്ച് പറഞ്ഞു അല്ലേ. അതിൽ നമ്മൾ പല ടൈപ്പ് ബെല്ലീസും അതുണ്ടാകേണ്ട റീസൺസുമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഓരോ ബെല്ലിയും എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് വിശദമായിട്ട് നോക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആദ്യം ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മളെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനുള്ള പ്രൈമറി സ്റ്റെപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ വെയിറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ കലോറി സർപ്ലസിലാവുക, നമ്മൾ കലോറി ഇൻടേക്ക് കുറയ്ക്കുക. 2 എക്സസൈസ് ചെയ്യുക. മൂന്നാമത്തെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, നമുക്ക് എന്തുകൊണ്ടാണ് ബെല്ലി ഫാറ്റ് വരുന്നത്. പലതരം ബെല്ലി ഫാറ്റ് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. കോർട്ടിസോൾ ബെല്ലി, അല്ലെങ്കിൽ സ്ട്രെസ് ബെല്ലി, ആൽക്കഹോൾ ബെല്ലി, അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ബെല്ലി, ഇങ്ങനെ പല റീസൺസ് ഉണ്ട്. ഈ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ അഡ്രസ്സ് ചെയ്ത് അതിൻ്റെ പരിഹാരം കണ്ടുപിടിക്കുക. ഇനി നമുക്ക് ഓരോ ടൈപ്പ് ബെല്ലി ഫാറ്റും എങ്ങനെയാണ് കുറയ്ക്കാമെന്ന് നോക്കാം. ഒന്ന്, വെയിറ്റ് ഗെയിൻ ബെല്ലി ഫാറ്റ്. നമ്മൾ നേരത്തെ കൊണ്ട് വെയിറ്റ് ഗെയിൻ ബെല്ലി ഫാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓവറോൾ നമ്മുടെ ശരീരത്തിൽ നമ്മളെ വെയിറ്റ് കൂടുമ്പോഴത്തേക്ക് അത് ഫാറ്റ് ഡെപ്പോസിഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് വയറിൻ്റെ ഭാഗത്താണ്. അങ്ങനെയാണ് നമുക്ക് ബെല്ലി ഫാറ്റ് വരുന്നത്. അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വണ്ണം വയ്ക്കും അല്ലേ. അപ്പം ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ എന്താണ് നമ്മൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ അപ്രോച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെയിറ്റ് റിഡക്ഷൻ, അതായത് ഡയറ്റ് കൺട്രോൾ ചെയ്യുക, അതായത് നമ്മൾ കലോറി ഡെഫിസിറ്റിലാവുക, നമുക്ക് ആവശ്യത്തിനുള്ള കലോറി കട്ടിൽ കുറച്ച് മാത്രം കഴിക്കുക. 2, ശരിയായിട്ട് എക്സസൈസ് ചെയ്യുക, കാർഡിയോ എക്സസൈസും വെയിറ്റ് ട്രെയിനിങ്ങും ഒരുപോലെ ചെയ്യുക. മൂന്നാമത്തത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് വെയിറ്റ് ഗെയിനുള്ള ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ പറ്റുന്നത്. ഇനി അടുത്തത് ബ്ലോട്ടഡ് ബെല്ലി. അതെങ്ങനെയാണ് മാനേജ് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടു, ഈ ബ്ലോട്ടഡ് ബെല്ലി എന്ന് പറയുന്നത് ആഹാരത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് വരുന്നത്. അപ്പം എന്ത് ആഹാരം കഴിക്കുമ്പോഴാണ് ഇത് ഉണ്ടാവുക നമ്മൾ നോക്കുക. പ്രത്യേകിച്ചും കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇത് നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ എപ്പോഴും കാർബണേറ്റഡ് ഡ്രിങ്ക്സാണ് ബ്ലോട്ടിങ്ങും അല്ലെങ്കിൽ ഇങ്ങനത്തെ ബ്ലോട്ടഡ് ബെല്ലിയൊക്കെ ഉണ്ടാവുക. നമ്മളത് നോക്കുക. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് മാക്സിമം ഒഴിവാക്കുക. ബിയർ അല്ലെങ്കിൽ ആൽക്കഹോൾ ഇങ്ങനത്തെ സാധനങ്ങൾ കട്ട് ചെയ്യാം. ചിലർക്ക് പയറുവർഗ്ഗങ്ങളാവാം, ചിലർക്ക് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആവാം, ബ്രോക്കോളി അല്ലെങ്കിൽ കാബേജ് ഇങ്ങനത്തെ സാധനങ്ങൾ. ഇപ്പം എന്താണ് നമുക്ക് ബ്ലോട്ടിങ് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടുപിടിക്കുക. ആ സാധനങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ കണ്ട് ചിലപ്പം ഹോർമോൺ ഇഷ്യൂസ് കൊണ്ടും ഇങ്ങനെ ഒരു ബ്ലോട്ടഡ് ബെല്ലി, അതായത് ചിലർക്ക് പീരീഡ്സിൻ്റെ സമയത്ത് മാത്രം ഇങ്ങനെ ഒരു ബ്ലോട്ടഡ് ബെല്ലി ഉണ്ടാവാം. ആ സമയങ്ങളിൽ ചിലപ്പോൾ ഹോർമോണൽ ബർത്ത് കൺട്രോൾ പിൽസ് ചിലപ്പം ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. തീർച്ചയായും ആ സമയത്ത് നിങ്ങൾ ഡോക്ടറുടെ സഹായം തേടുക. ഡോക്ടറുടെയോട് ഡിസ്കസ് ചെയ്ത ശേഷം അതിൻ്റെ പ്രോ ആൻഡ് കോൺസ് ഒക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹോർമോൺ പിൽസ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ബ്ലോട്ടഡ് ബെല്ലി ഉള്ളവർ കൂടുതലായിട്ടും ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. വെജിറ്റബിൾസ്, ഹോൾ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. അപ്പോൾ ഈ ബ്ലോട്ടഡ് ബെല്ലി ഉള്ള ആൾക്കാർ എപ്പോഴും ഹൈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഹൈ സോൾട്ടി, ഹൈ പ്രോസസ്ഡ് ഫുഡ് എപ്പോഴും ഒഴിവാക്കുക. കാരണം കാർബോഹൈഡ്രേറ്റ് എപ്പോഴും വാട്ടർ അബ്സോർബ് ചെയ്യും, അത് ബ്ലോട്ടഡ് ബെല്ലി ഉണ്ടാക്കാം. അതുപോലെ തന്നെ സോഡിയം വാട്ടർ അബ്സോർബ് ചെയ്യും. ഇങ്ങനത്തെ ആഹാരങ്ങൾ എപ്പോഴും ഒഴിവാക്കുക. പകരം ഫൈബർ റിച്ചായ ആഹാരങ്ങൾ കഴിക്കുക. ലെസ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ എപ്പോഴും കഴിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് ഹോർമോൺ ബെല്ലി. നമ്മൾ നേരത്തെ കണ്ടു, ഈസ്ട്രോജൻ്റെ ഇംബാലൻസ് കൊണ്ടാണ് പലപ്പോഴും ഒരു ഹോർമോൺ ബെല്ലി ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചും പ്രീ മെൻസ്ട്രൽ സിംറ്റംസ് കൂടുതലായിട്ടുള്ള ആൾക്കാർ, അതായത് പീരീഡ്സിൻ്റെ സമയത്ത് അമിതമായ രക്തസ്രാവം ഉണ്ടാവുക, അല്ലെങ്കിൽ അമിതമായിട്ട് വേദന ഉണ്ടാവുക, ഇറഗുലർ പീരീഡ്സ് വരിക, ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ ഹോർമോണൽ ബെല്ലി ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ PCOS അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാർ അതിനനുസരിച്ചുള്ള ഡയറ്റ് മോഡിഫിക്കേഷൻ നടത്തുക. ഇനി തൈറോയ്ഡ് ചെക്ക് ചെയ്യുക. ഇനി തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ അതിന് കറക്റ്റായിട്ട് മെഡിസിൻ എടുക്കുക. അടുത്തത് സ്ട്രെസ് അല്ലെങ്കിൽ കോർട്ടിസോൾ ബെല്ലി. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് സ്ട്രെസ്സില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അത്രമാത്രം സ്ട്രെസ് ദിവസവും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റിനായിട്ട് മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് സ്ട്രെസ് ഉണ്ടാകുന്നത് മനസ്സിലാക്കുക, അതിനെ നമ്മൾ മാനേജ് ചെയ്യാം. ഇനി അടുത്തത് ആൽക്കഹോൾ ബെല്ലി. നമുക്കറിയാം ആൽക്കഹോൾ ബെല്ലിയുടെ സൊല്യൂഷൻ എന്താണ്. ആൽക്കഹോൾ പൂർണ്ണമായിട്ടും നിർത്തുക. ഇനി ആൽക്കഹോൾ നിർത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആൽക്കഹോളിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. കാരണം ആൽക്കഹോൾ എപ്പോഴും നമ്മുടെ ബോഡിക്കൊരു ടോക്സിനാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആൽക്കഹോളിൻ്റെ കൂടെ നമ്മൾ സോഡ അല്ലെങ്കിൽ സ്പ്രൈറ്റ് പോലുള്ള കാർബണേറ്റഡ് ഷുഗറി ഡ്രിങ്ക്സ് ഒഴിവാക്കുക. പിന്നെ ആൽക്കഹോളിൻ്റെ കൂടെ ഹൈ കലോറി ഡയറ്റ് ഒഴിവാക്കുക. 2, ആൽക്കഹോൾ ഫ്രീ ഡേയ്സ് കൂട്ടുക. അതായത് കണ്ടിന്യൂസ് ആയിട്ട് മദ്യപിക്കാതിരിക്കുക. നമ്മൾ നേരത്തെ കണ്ടു, ആൽക്കഹോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് മെറ്റബോളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 48 to 72 hours വേണം. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ വീണ്ടും മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം ഫുൾ തകരാറിലാകും, ഫാറ്റ് സ്റ്റോറേജ് കൂടും. അപ്പോൾ ആൽക്കഹോൾ ഫ്രീ ഡേയ്സ് മാക്സിമം കൂട്ടുക. ധാരാളം വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക. ഇതൊക്കെയാണ് ആൽക്കഹോൾ ബെല്ലി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്റ്റെപ്സ്.
ഇനി അടുത്തത് പോസ്റ്റ്പാർട്ടം ബെല്ലി അല്ലെങ്കിൽ മമ്മി ബെല്ലി. ഇത് നമ്മൾ കണ്ടു. ഈ പോസ്റ്റ്പാർട്ടം ബെല്ലി ഉണ്ടാകുന്നത് ഹോർമോൺ ചേഞ്ചസ് കൊണ്ടും നമ്മളെ വെയിറ്റ് ഗെയിൻ കൊണ്ടുമാണ്. അപ്പം ഇത് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യും, അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ എപ്പോഴും നോർമലായി വരും. ആ സമയത്ത് അത് കുറേയേറെ മാറും. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ബാലൻസ്ഡ് ഡയറ്റും ഒരു ഗൈഡഡ് എക്സസൈസോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പോസ്റ്റ്പാർട്ടം ബെല്ലി പൂർണ്ണമായിട്ടും പരിഹരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ്. കാരണം യൂട്രസ് കോൺട്രാക്ട് ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം മിനിമം ഒരു 6 വീക്സ് എടുക്കും. സിസേറിയൻ ആണെങ്കിൽ കുറച്ച് കൂടുതലെടുക്കും. നമ്മൾ നേരത്തെ അബ്ഡോമിനൽ മസിൽസ് മാറിപ്പോകുന്ന കുറച്ച് കണ്ടീഷൻസിനെ കുറിച്ച് പറഞ്ഞു. വലിയ ബേബി ആണെങ്കിലോ അല്ലെങ്കിൽ ട്വിൻസ് ആണെങ്കിലോ അവിടെയൊക്കെ പ്രത്യേകിച്ചും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ എക്സസൈസ് ചെയ്യാവുള്ളൂ. പ്രത്യേകിച്ചും ഒരു ഗൈഡഡ് എക്സസൈസ് ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മൾ എക്സസൈസ് കഴിഞ്ഞാൽ വിപരീത ഫലമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് അഡിക്കേറ്റ് സ്ലീപ്പ് കിട്ടുക. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്, നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഡെയിലി 500 കലോറി വെച്ചിട്ട് കുറയും. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ വെയിറ്റ് ഗെയിൻ വന്നത് ഏകദേശം നമുക്ക് പതുക്കെ അത് കുറയും. ഒരു ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഈ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സാലഡ് കഴിച്ചിട്ടോ തുള്ളിച്ചാടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കലോറി ഡെഫിസിറ്റ് ഡയറ്റ് മാത്രം ഫോളോ ചെയ്തിട്ടൊന്നും പറ്റില്ല. സ്പെർ റിഡക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു മിത്താണ്. വയറിൻ്റെ മാത്രം ഫാറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് എപ്പോഴും അസാധ്യമാണ്. നമ്മളെപ്പോഴും ഓവറോൾ വെയിറ്റ് റിഡക്ഷൻ ചെയ്താൽ മാത്രമേ നമ്മൾ വയറിൻ്റെ ഫാറ്റ് കുറയ്ക്കുകയുള്ളൂ. അല്ലാതെ വയറിന് വേണ്ടി ഇത്ര എക്സസൈസ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളെപ്പോഴും കലോറി ഡെഫിസിറ്റ് ആവുക, ഒരു പ്രോപ്പറായിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക, വെള്ളം ധാരാളം കുടിക്കുക. അപ്പോൾ നമ്മൾ ഉറക്കം നമ്മൾ ശരിയാക്കുക. അതുപോലെ തന്നെ നമ്മൾ ആൽക്കഹോൾ അല്ലെങ്കിൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടാണ് നമുക്ക് ഈ കുടകൾ ഉണ്ടാകുന്നതെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പരിഹരിക്കുക. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു നല്ല വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.